ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്തിരുന്നത്. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിൽ അതുവരെ നമ്മൾക്ക് പെൻഡിങ് ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പർച്ചേസ് പ്രൈസിൽ അതിൻ്റെ അതുവരെ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ പർച്ചേസ് പ്രൈസായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ രണ്ടിൻ്റെയും അക്കൗണ്ടിങ് ജേർണൽ എൻട്രി സെയിം ആയിരിക്കും. എമൗണ്ട് കാൽക്കുലേഷനിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ്റെ പ്രോബ്ലമാണ് കഴിഞ്ഞ ദിവസം 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ആണെങ്കിൽ എക്സിലും കമ്മിലും എന്താണ് വരാന്നുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ ബൈബാക്ക് ചെയ്തിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നില്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ വാങ്ങും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ, ആ രീതിയിൽ വാങ്ങിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിൽക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമീഡിയറ്റ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ മേടിച്ചിട്ട് അത് സ്വന്തം അസറ്റായിട്ട് ഓൺ ഡിബഞ്ചർ എന്ന പേരിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. കുറച്ച് നാൾ ഇതൊരു അസറ്റായിട്ട് ഹോൾഡ് ചെയ്ത് കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ അത് വിൽക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും എക്സ് ഇൻട്രസ്റ്റിൻ്റെയും കം ഇൻട്രസ്റ്റിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Next question. A limited purchases its on 12% debentures of rupees 30,000 at rupees 98 on 1/4/2020 for investment at cum interest and ex interest. Interest is payable on 30th June and 31st December every year. Pass journal entry. നമ്മൾ ഇത്ര നേരം ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എന്തായിരുന്നു, ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ആയിരുന്നു. ഇവിടെ എന്തിനാണ്, ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ബൈബാക്ക് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നാൾ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് ഹെൽഡ് ചെയ്തതിന് ശേഷമേ നമ്മളത് വിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ അവർ എന്തിനാണ് മേടിക്കുന്നത്, ബൈബാക്ക് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് സർപ്ലസ് ഫണ്ട് ഉണ്ട്, അതിന് പ്രത്യേകിച്ച് റിക്വയർമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത കടപ്പത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ തിരിച്ചു വാങ്ങി നമ്മുടെ ഓൺ ഡിബഞ്ചേഴ്സ് എന്ന പേരിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, ഒന്ന് നോക്കി നോക്കുക. ബൈബാക്ക് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എന്തിൻ്റെ അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ട് ക്ലോസ് ചെയ്യില്ല, അതിന് പകരം സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് ചെയ്യുക. ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്, അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കം ഇൻട്രസ്റ്റിൻ്റെയും എക്സ് ഇൻട്രസ്റ്റിൻ്റെയും ജേർണൽ എൻട്രിയും കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ 30,000 രൂപ വെറുത്തുള്ള ഡിബഞ്ചേഴ്സാണ് ഒരു ബൈബാക്ക് ചെയ്യണത്. 98 റുപ്പീസിന് വെച്ചിട്ടാണ് കം ഇൻട്രസ്റ്റും എക്സ് ഇൻട്രസ്റ്റും. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ജൂൺ 30th ഡിസംബർ 31st. അപ്പോൾ നമ്മളോട് ജേർണൽ എൻട്രി പാസ്സാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് മറച്ചു നോക്കുക. അതിൻ്റെ കം ഇൻട്രസ്റ്റിൻ്റെയും എക്സ് ഇൻട്രസ്റ്റിൻ്റെയും തിയറി എഴുതിയോടത്ത് എഴുതിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആണെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞോളാം. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ പേരാണ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അതാണ് കം ഇൻട്രസ്റ്റിൻ്റെ എന്തായിട്ട് വരിക, ജേർണൽ എൻട്രി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ ഫേസ് വാല്യൂ എത്ര രൂപയാണ്. ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് വാല്യൂ അല്ല, എത്ര രൂപയ്ക്കാണ് അത് വാങ്ങിയത്. അപ്പോൾ എത്രയാണ്, 30,000 ഡിബഞ്ചേഴ്സ് ആണ്. എത്ര രൂപയായിരിക്കും, 98 വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയായിരിക്കും. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, 30,000 ഡിവൈഡഡ് ബൈ 100, 300 കിട്ടി. അത് നമ്മൾ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ്, 98 റുപ്പീസിനാണ്. ഓക്കെ, അപ്പോൾ ഈ 98 റുപ്പീസിൽ എന്തുണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 300 ഇൻറ്റു 98 ഓൾറെഡി എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ആദ്യം ഒഴിവാക്കുക. കാരണം ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ വേറൊരു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് എഴുതാൻ വരട്ടെ. അതിൻ്റെ താഴെ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അതിൻ്റെ എമൗണ്ട് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. എത്രയാണ്, ഫേസ് വാല്യൂ 30,000 ഇൻറ്റു
ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ് 12% ഇൻറ്റു എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട് നമ്മൾ സാധാരണ കൊടുക്കാറ് ജൂണിലും ഡിസംബറിലുമാണ് നമ്മളിത് ബൈബാക്ക് ചെയ്തിരിക്കുന്നത് ഏപ്രിലാണ് അപ്പോൾ ഏപ്രിൽ തൊട്ട് മുമ്പ് വരുന്ന പേയ്മെൻറ്റ് എന്നായിരിക്കും അതിന് മുമ്പത്തെ വർഷത്തെ ഡിസംബറിലായിരിക്കും പേയ്മെൻറ്റ് വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഫസ്റ്റിൽ ബൈബാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏപ്രിലത്തെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാക്കിയുള്ള 3 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് പെൻഡിങ് ഉള്ളത് അപ്പോൾ ഇൻറ്റു 3/12 ഓക്കെ 30,000 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് അതിന് 12% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 3 മാസത്തെ നമ്മൾ കൊടുക്കണം അപ്പോൾ എത്ര കിട്ടും നമുക്ക് 900 കിട്ടും അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 900 കിട്ടി ഇനി നമ്മൾ ആദ്യത്തെ ജേർണൽ എൻട്രിയിലേക്ക് പോവാം ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 300 × 98 അതാണ് നമ്മൾ ശരിക്കും ബൈബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ എമൗണ്ട് പക്ഷെ അതിൽ എന്തുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ 300 × 90 ആയ 29,400 നിന്ന് എന്ത് കുറയ്ക്കുക ഈ 900 കുറയ്ക്കുക കാരണം ഓൾറെഡി നമ്മൾ 900 വേറൊരു ഡെബിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഡെബിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എത്ര കിട്ടും 28,500 കിട്ടി അപ്പോൾ അതാണ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് 28,500 ഇത് എന്തുകൊണ്ടാണ് കം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ ആ എമൗണ്ടിലെ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക ആ ഇൻട്രസ്റ്റ് എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് കണ്ട് കാണിക്കുക ടു ബാങ്ക് നമ്മൾ കൊടുക്കുമ്പോൾ എത്ര കൊടുക്കും ഓൺ ഡിബഞ്ചറിന് കൊടുത്ത 28,500 കൊടുക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്ത 900 രണ്ടും കൂടി കൂട്ടുമ്പോൾ 29,400 നമ്മൾ പേയ്മെൻറ്റ് നടത്തണം പക്ഷെ അവിടെ എന്തിനാണ് നമ്മൾ മുറിച്ചത് നമുക്ക് ഫുൾ എമൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പാടില്ല കൃത്യം എത്ര എമൗണ്ട് ഓഫ് ഡിബഞ്ചർ ഉണ്ട് അത് മാത്രമേ നമ്മൾ ഓൺ ഡിബഞ്ചേഴ്സിന് കാണിക്കാനായിട്ട് പറ്റുള്ളൂ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് കാണിക്കുക അപ്പോൾ അതാണ് ജേർണൽ എൻട്രി വരിക ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 28,500 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 900 ടു ബാങ്ക് 29,400 ഓക്കെ അടുത്ത് നമ്മൾ എക്സ് ഇൻട്രസ്റ്റിൻ്റെ ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത് ജേർണൽ എൻട്രിക്കൊന്നും യാതൊരു വ്യത്യാസമില്ല ആ കാൽക്കുലേഷനിൽ മാത്രം ചെറിയ വ്യത്യാസം അപ്പോൾ ജേർണൽ എൻട്രി എഴുതാം ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ 98 റുപ്പീസിൽ എന്തുണ്ടാവില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് കുറയ്ക്കേണ്ട ആവശ്യവുമില്ല നമ്മൾ അത് കൊടുക്കാനുള്ളത് കൊടുത്ത് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തുകൊണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും ഇൻട്രസ്റ്റ് വേറെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 300 × 98 അതിൽ നിന്ന് എന്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല കം ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് കുറച്ചു ഇൻട്രസ്റ്റ് കുറച്ചു കാരണം ആ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഇവിടെ എക്സ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ക്യാഷിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വേറെ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 300 × 98 ആയ 29,400 എഴുതി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാൽക്കുലേഷനൊന്നും വ്യത്യാസമില്ല കാരണം എമൗണ്ട് മാറിയിട്ടില്ല ഇൻട്രസ്റ്റ് മാറിയിട്ടില്ല പീരീഡും മാറിയിട്ടില്ല അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച അതേ എമൗണ്ട് തന്നെ 900 30,000 × 12 × 3/12 എത്ര കിട്ടും 900 കിട്ടും ടു ബാങ്ക് ഇത് രണ്ടും കൂടിയ കാശ് അതായത് ഡിബഞ്ചറിന് വേണ്ടിയിട്ട് 29,400 കൊടുക്കും ഇൻട്രസ്റ്റ് എന്ന പേരിൽ 900 കൊടുക്കും രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും 30,300 കിട്ടും അപ്പോൾ അതാണ് ജേർണൽ എൻട്രി വരിക ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 29,400 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 900 ടു ബാങ്ക് 30,300 ഓക്കെ അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിലും കം ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇമ്മീഡിയറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആണെങ്കിൽ ജേർണൽ എൻട്രി രണ്ടിനും സെയിം ആണ് കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് എഴുതണം എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ എമൗണ്ടിൽ നമ്മുടെ ഇൻട്രസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ അത് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല അത്രയ്ക്ക് മാത്രം ഒരു വ്യത്യാസം വരണുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ എന്താ പഠിച്ചത് നമ്മൾ അത് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് നമ്മൾ അന്ന് തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഹെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യും അപ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി അന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് to profit on redemption of debentures account okay debenture account debtor to on debentures account to profit on redemption of debenture account അതിൽ debenture account ന്റെ നേരെ നമ്മൾ എപ്പോഴും എന്താ എഴുതാറ് ഫേസ് വാല്യൂ ആണ് എഴുതാറ് 30,000
ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കം ഇൻട്രസ്റ്റ് ആയപ്പോൾ ആ സെയിം പ്രോബ്ലത്തിലെ കം ഇൻട്രസ്റ്റ് ആയപ്പോൾ എത്ര എഴുതിയിരിക്കുന്നത് 28,500 ആണ് എഴുതിയിരിക്കുന്നത്. അത് തന്നെ ഇവിടെ എഴുതണം 28,500. ദെൻ അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയ 1,500 ആണ് എന്തായിട്ട് വരിക, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് നാൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി മേടിച്ചിട്ട് കുറച്ച് നാൾ ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹെൽഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഫണ്ടിന് റിക്വയർമെന്റ് വരുമ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് കൊടുക്കണം. നമ്മുടെ പണ്ടത്തെ ഡിബഞ്ചറിന് ക്രെഡിറ്റ് ഉണ്ടായതിന് ഡെബിറ്റ് കൊടുക്കുക. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ ഫേസ് വാല്യൂ എഴുതാം. ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ നേരത്തെ എഴുതിയ എമൗണ്ടിന് എടുത്ത് എഴുതാം 28,500. ബാലൻസിങ് ഫിഗർ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇതായിരിക്കും കം ഇൻട്രസ്റ്റിൻ്റെ ജേർണൽ എൻട്രി ആയിട്ട് വരിക. ഓക്കെ, എക്സ് ഇൻട്രസ്റ്റ് ആയാലും അതുപോലെ തന്നെ എഴുതാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അതിൽ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ ഫേസ് വാല്യൂ ആയ 30,000 എന്ന് എഴുതാം. ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ജേർണൽ എൻട്രി എഴുതിയപ്പോൾ എക്സ് ഇൻട്രസ്റ്റിൽ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ എഴുതിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 29,400 ആണ്. അത് തന്നെ ഇവിടെ എഴുതാം. ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 29,400 ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ ആയ 600 എഴുതാം. അപ്പോൾ അതാണ് എക്സ് ഇൻട്രസ്റ്റ് ആയാലുള്ള വ്യത്യാസം. ഇത് എളുപ്പമാണ്, ക്യാൻസലേഷൻ നമുക്ക് നല്ല എളുപ്പമാണ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ക്യാൻസൽ ചെയ്യണം, അപ്പോൾ അതിന് ഡെബിറ്റ് കൊടുത്തു. ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് ക്യാൻസൽ ചെയ്യണം, അപ്പോൾ അതിന് ക്രെഡിറ്റും കൊടുത്തു. ബാലൻസിങ് ഫിഗർ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് എഴുതണം, അവിടെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വാങ്ങിയ ജേർണൽ എൻട്രി എഴുതാം. അത് കഴിഞ്ഞിട്ട് ക്യാൻസലേഷൻ്റെ ജേർണൽ എൻട്രി എഴുതാം. അത് എക്സിൻ്റെയും കമ്മിൻ്റെയും ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ് കുറച്ചുകൂടി പഠിക്കാനായിട്ട് എളുപ്പം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആദ്യം ഞാൻ പഠിപ്പിച്ചത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ബൈ ചെയ്യുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി പാസ്സാവേണ്ടത്, കം ആയാലും എക്സ് ആയാലും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് ആയാലും കം ആയാലും ഏത് ജേർണൽ എൻട്രിയാണ് പാസ്സാക്കേണ്ടതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിഡംഷൻ ബൈ കൺവേർഷൻ. അതായത് നമ്മൾ ഈ ചാപ്റ്ററിലെ എന്താണ് ചാപ്റ്ററിൻ്റെ പേര്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. നമുക്ക് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനായിട്ട് പല മെത്തേഡ് ഉണ്ട്. ഏറ്റവും ആദ്യം പഠിച്ച ലംസം മെത്തേഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് പോളിസിയും അതുപോലെ സിങ്കിങ് ഫണ്ട് മെത്തേഡും. രണ്ടാമതായിട്ട് പഠിച്ചത് ബൈ ബാക്ക് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചു റിഡംഷൻ ബൈ പഠിക്കാൻ പോകുന്നതാണ് റിഡംഷൻ ബൈ കൺവേർഷൻ, വേറൊരു മെത്തേഡാണ്. നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനായിട്ട് പറ്റും. It means redeeming the debentures by converting them into new debentures or shares within a stipulated period at the option of the debenture holders. അതായത് റെഡീം ദ ഡിബഞ്ചേഴ്സ്, നമ്മൾ റിഡംഷൻ നടത്തുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫിക്സഡ് കാലയളവ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ കൺവേർട്ടിംഗ് ദം ഇൻ ടു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ്. ഒന്നില്ലെങ്കിൽ അത് പുതിയ ഡിബഞ്ചേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ പുതിയ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വിതിൻ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. അത് കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സപ്പോസ് ഒരു നിങ്ങൾ ഇപ്പോൾ ഡിബഞ്ചർ എന്ന പേരിൽ വാങ്ങിക്കോളൂ, ഒരു 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡിബഞ്ചേഴ്സ് പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയർസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, കമ്പൽഷൻ ഇല്ല. അതിനെ വിളിക്കുന്ന പേരാണ് റിഡംഷൻ ബൈ കൺവേർഷൻ. റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ് ബൈ കൺവേർട്ടിംഗ് ദം ഇൻ ടു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് within a stipulated period at the option of the debenture holders. The redemption can be done either at par or at a premium but not at a discount. അങ്ങനെ നമ്മൾ റിഡംഷൻ ചെയ്യുമ്പോൾ റിഡംഷൻ ബൈ കൺവേർഷൻ നമുക്ക് വേണമെങ്കിൽ അറ്റ് പാറിലോ അറ്റ് പ്രീമിയത്തിലോ ചെയ്യാം, പക്ഷെ അറ്റ് ഡിസ്കൗണ്ടിൽ ചെയ്യാനായിട്ട് പാടില്ല. The new debentures can be issued at par premium or at discount. അത് കഴിഞ്ഞിട്ട് റിഡംഷൻ ഡിസ്കൗണ്ടിലാവാനേ പാടില്ലാത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഡിബഞ്ചേഴ്സിന് പകരം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഷെയർസോ വേണമെങ്കിൽ പാറിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ
ഇഷ്യൂ ചെയ്യാം. പക്ഷെ റിഡംഷൻ ഡിസ്കൗണ്ടിൽ ആവാനായിട്ട് പാടില്ല. ആ റിഡീം ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഡിബഞ്ചേഴ്സോ ഷെയർസോ അറ്റ് പാർ ആവാം, അറ്റ് ഡിസ്കൗണ്ട് ആവാം, അറ്റ് പ്രീമിയം ആവാം, അതിൽ കുഴപ്പമില്ല. The new shares can be issued at par premium, but not the new shares can be issued at par premium or at a discount. Okay. പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഷെയർസ് ആണെങ്കിൽ ദ ന്യൂ ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ പ്രീമിയം ബട്ട് നോട്ട് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ ഈ റിഡംഷൻ ബൈ കൺവേർഷൻ നടത്തി കഴിഞ്ഞിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പുതിയ ഷെയർസ് ആണെങ്കിൽ അത് അറ്റ് പാറോ അറ്റ് പ്രീമിയോ ആവാനായിട്ട് പാടുള്ളൂ, ഡിസ്കൗണ്ടിലാവാനായിട്ട് പാടില്ല. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. റിഡീം ചെയ്യണത് പ്രീമിയത്തിലോ പാറിലോ ആവാം, ഡിസ്കൗണ്ടിലാവാനായിട്ട് പാടില്ല. അതായത് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ അത് പാറിലോ പ്രീമിയത്തിലോ ആവാം. അതെന്തിനാവാൻ പാടില്ല? ഡിസ്കൗണ്ടിലാവാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ പുതിയൊരു ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ പാറിലോ ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലോ ആവാം. പക്ഷെ പഴയ ഡിബഞ്ചറിന് പകരം നമ്മൾ പുതിയ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അത് അറ്റ് പാറോ അറ്റ് പ്രീമിയം ആവാനായിട്ട് പാടുള്ളൂ, അറ്റ് ഡിസ്കൗണ്ട് ആവാനായിട്ട് പാടില്ല. അപ്പോൾ അതാണ് അടുത്ത മെത്തേഡ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത്, റിഡംഷൻ ബൈ കൺവേർഷൻ. ഇപ്പോഴുള്ള ഡിബഞ്ചറിനെ പുതിയ ഡിബഞ്ചറോ പുതിയ ഷെയറോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അതിന് ലീഗൽ പ്രൊവിഷൻ, റിഡംഷൻ ബൈ കൺവേർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോ എന്താണ് പറയുന്നത് നോക്കാം. The non-convertible portion of debentures cannot be redeemed by conversion. നോൺ കൺവേർട്ടബിൾ പോർഷൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു 1 lakh ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും 50% നമുക്ക് കൺവേർട്ട് ചെയ്യാം, 50% കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 1 lakhലെ 50,000 റുപ്പീസ് നമുക്ക് പുതിയ ഷെയറോ ഡിബഞ്ചറോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ബാക്കിയുള്ള 50,000 നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിൽ എന്തെങ്കിലും നോൺ കൺവേർട്ടബിൾ പോർഷൻ ഉണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് റിഡംഷൻ ബൈ കൺവേർഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. There is no need to create a DRR account and to make an investment. നമ്മൾ ലംസം മെത്തേഡിലൊക്കെ നമ്മൾ ഇതേപോലെ റിഡംഷൻ നടത്തുമ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടൊരു DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടും അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഒരു DRRോ സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ നടത്തേണ്ട ആവശ്യം ഇല്ല. The debenture holders have to apply for this type of redemption. ഞാൻ നേരത്തെ പറഞ്ഞു ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഓപ്ഷൻ പ്രകാരമേ നമുക്ക് റിഡംഷൻ ബൈ കൺവേർഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് അവരുടെ മുകളിൽ കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ റിഡംഷൻ ബൈ കൺവേർഷൻ നടത്താം, അല്ലെങ്കിൽ സാധാരണ റിഡീം ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് പറ്റും. Those debenture holders who are not willing for conversion are paid in cash. ഏതെങ്കിലും ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഇങ്ങനെ ഡിബഞ്ചർ ബൈ കൺവേർഷൻ താല്പര്യമില്ല, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അതിനുശേഷം അവർക്കതിന് പ്രത്യേകിച്ചൊരു താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ആയിട്ട് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ 4 പ്രൊവിഷനാണ് ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നോൺ കൺവേർട്ടബിൾ പോർഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. DRR അക്കൗണ്ടോ സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ നടത്തേണ്ട ആവശ്യമില്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സ് റിക്വസ്റ്റ് ചോദിച്ചാൽ മാത്രമേ നമുക്കത് റിഡംഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇങ്ങനെ ഡിബഞ്ചർ ബൈ കൺവേർഷൻ താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് ക്യാഷ് പേയ്മെൻറ്റ് നടത്തണം. ഓക്കെ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇങ്ങനെ റിഡംഷൻ ബൈ കൺവേർഷൻ വഴി നടത്തിയാൽ നമ്മൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് 2 സെഷനായിട്ട് പഠിക്കാം. അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി ഉണ്ട്, അഡ്വാൻറ്റേജസ് ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി നോക്കാം. എനി ഫിനാൻഷ്യൽ സോഴ്സ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ. ഇങ്ങനെ റിഡംഷൻ ബൈ കൺവേർഷൻ ആണെങ്കിൽ ആ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫണ്ട് കണ്ടെത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താണ് പകരത്തിന് കൊടുക്കേണ്ടത്, ഒന്നല്ലെങ്കിൽ പുതിയ ഡിബഞ്ചർ അല്ലെങ്കിൽ പുതിയ ഷെയർ ആണ് കൊടുക്കേണ്ടത്. റെഡി ക്യാഷ് പേയ്മെൻ്റ് ഒന്നുമില്ല. താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ റിഡംഷൻ ബൈ കൺവേർഷൻ ഓപ്റ്റ് ചെയ്ത ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണ്ട, ക്യാഷ് ആയിട്ട് കൊടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ റിഡംഷൻ സമയത്ത് കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നില്ല. ഇറ്റ് ഹാസ് നോ അഡ്വേഴ്സ് എഫക്ട് ഓൺ ദി വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ബേർഡൻ വരാത്തത് കൊണ്ട് തന്നെ കമ്പനിയിലെ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ചിലപ്പോൾ നമ്മുടെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് ആവശ്യമായിട്ട് വരും. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാത്തത് കൊണ്ട് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ബാധിക്കുന്നില്ല.
ക്രിയേഷൻ ഓഫ് DRR ഈസ് നോട്ട് റിക്വയർഡ് ബൈ ദ കമ്പനി. നമ്മൾ നേരത്തെ ലീഗൽ പ്രൊവിഷൻസിൽ പഠിച്ചു, ഇങ്ങനെ റിഡംഷൻ നടത്താനായിട്ട് പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ മറ്റു മെത്തേഡിലൊക്കെ പഠിച്ച പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതൊക്കെയാണ് കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നില്ല, കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല, DRR ക്രിയേറ്റ് ചെയ്യേണ്ട, അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. ഇനി അഡ്വാൻറ്റേജസ് ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. The debenture holders can participate in profit and management of the company. അതായത് നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷൻ വഴിക്ക് നമ്മൾ പുതിയൊരു ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ആരായി മാറി? ഇത്രയും നാൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയിരുന്ന ആൾക്കാരൊക്കെ ഇനി തൊട്ട് ആരെന്ന് അറിയപ്പെടുക? ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് അറിയപ്പെടുക. ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ റൈറ്റ് ഉണ്ട്? വോട്ടിംഗ് പവർ ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്, പ്രോഫിറ്റിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. അങ്ങനെ എല്ലാ ബെനിഫിറ്റും ആർക്ക് കിട്ടും? ഇത്രയും നാൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഈ ബെനിഫിറ്റുകളൊക്കെ കിട്ടും. അതങ്ങനെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേഷൻ കിട്ടും. അതുപോലെ എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അതിലൊരു ഷെയർ കിട്ടും. ഡിബഞ്ചർ ഹോൾഡർ ആകുമ്പോൾ എന്തോരം പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും കാര്യമില്ല, അവർക്ക് പറഞ്ഞിട്ടുള്ള ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പം അവരാരാണ്? ഷെയർ ഹോൾഡേഴ്സായി ഏതെങ്കിലും കൊല്ലം ഹൈ പ്രോഫിറ്റ് ഏൺ ചെയ്താലേ അവർക്ക് കിട്ടുന്ന റിട്ടേണും കൂടും. The conversion depends upon the willingness of the debenture holders. നമ്മൾ നേരത്തെ പറഞ്ഞോണം, ഒരു കമ്പൽഷനും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇത് റിഡംഷൻ ബൈ കൺവേർഷൻ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും അതിനെ കൺവേർട്ട് ചെയ്യണം എന്നൊരു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമ്പൽഷൻ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല? കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. They may get higher rate of interest or dividend. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഡിബഞ്ചറിന് പകരം പുതിയൊരു ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോബബിൾ കേസസിലും എന്തായാലും ഇപ്പോഴത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർ പറയുള്ളൂ, അല്ലെങ്കിൽ ആരും അത് വാങ്ങില്ല. അതായത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഉള്ള 8% ഡിബഞ്ചേഴ്സ് ആണെന്ന് വിചാരിക്കുക. അത് റിഡംഷൻ ബൈ കൺവേർഷൻ വഴി നമ്മൾ പുതിയ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ എന്തായാലും 8%നേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന ഡിബഞ്ചേഴ്സ് ആയാലേ കമ്പനിക്ക് അത് ചിലവായി പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും കിട്ടിയിരുന്ന എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ റിഡംഷൻ ബൈ കൺവേർഷൻ വരെ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് കൂടുതൽ ഡിവിഡൻഡും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിലും എക്സ്ട്രാ പ്രോഫിറ്റിനുമുള്ള അഡ്വാൻറ്റേജ് കിട്ടും. അതുപോലെ യാതൊരു വക കമ്പൽഷനും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അതുപോലെ പുതിയ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആവുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആവുമ്പോൾ നേരത്തെ കിട്ടിയിരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് റിഡംഷൻ ബൈ കൺവേർഷൻ. ടു ദ കമ്പനിയും പഠിച്ചു, ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സും പഠിച്ചു. ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് കുറച്ച് ഒരു 5-6 പഠിക്കാനുണ്ട് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ. When debentures are redeemed at par and new debentures are issued at par. റിഡംഷൻ നടത്തുന്നത് പാറിലാണ്, ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും പാറിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നോക്കേണ്ടത്. ആദ്യം നമ്മുടെ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതുക. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഡ്യൂ ആക്കുമ്പോൾ എന്താ നമ്മൾ എഴുതാറ്? ഡിബഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതായത് നമ്മൾ പഴയ ഡിബഞ്ചർ എന്തായാലും ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ജേർണൽ എൻട്രി എഴുതുക, ഡിബഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പിന്നെ നമ്മൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് നടത്തുന്നത് വെച്ചാൽ എന്താ ജേർണൽ എൻട്രി ചെയ്താൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് ടു ക്യാഷ് ഔട്ട് ബാങ്ക് എന്നാണ് എഴുതാറ്. എന്ത് ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ എന്തുമാത്രം മാറ്റിയാൽ മതി? നമ്മൾ ക്യാഷ് ആയിട്ടുള്ള കൊടുക്കുന്നത്, അതിന് പകരം പുതിയ ഡിബഞ്ചേഴ്സോ ഷെയർസോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ജേർണൽ എൻട്രി വരിക? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അക്കൗണ്ട്. ഇത്രയ്ക്കുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എമൗണ്ട് ഡ്യൂ ആക്കുക, പിന്നെ പേയ്മെൻറ്റ് നടത്തുക. ഡ്യൂ ആക്കുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് വരും. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു. ക്യാഷ് അല്ലാത്തത് കൊണ്ട് ക്യാഷിന് എഴുതാനായിട്ട് പാടില്ല. അതിന് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? ഒന്നല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ ഷെയർസ്. അപ്പോൾ ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അക്കൗണ്ട്. ഇനി എത്ര ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിക്കണം. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് ഈക്വൽ എമൗണ്ട് പേയബിൾ ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ് പെർ ഷെയർ ഓർ ഡിബഞ്ചർ. അതായത് ഇപ്പോൾ നമ്മൾ റിഡംഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത് അതിനെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെയോ ഷെയറിൻ്റെയോ ഫേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 1 ലക്ഷം രൂപയാണ് കൊടുക്കാമെന്ന് വിചാരിക്കുക.
ആ 1 lakh ഡിവൈഡഡ് ബൈ, ഇനി കൺവേർഷൻ വഴി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഷെയറിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ ഫേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സപ്പോസ് അതൊരു 100 ആണെങ്കിൽ 1 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഇനി ചിലപ്പോൾ അറ്റ് പ്രീമിയത്തിലാവും ചിലപ്പോൾ നമ്മൾ റിഡംഷൻ നടത്തുന്നുണ്ടാവുക. 1 lakh ഡിബഞ്ചർ 1,10,000 നമ്മൾ റിഡംഷൻ നടത്തണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപ അവർക്ക് കൊടുക്കണം? 1,10,000 കൊടുക്കണം. അപ്പം നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 1,10,000 ഡിവൈഡഡ് ബൈ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ ഫേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നമ്മൾ ജേർണൽ എൻട്രി എളുപ്പമാണ്, ഈ നമ്പർ കണ്ടുപിടിക്കാൻ മാത്രമേ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. എത്രയാണോ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് അതിനെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെയോ ഷെയറിൻ്റെയോ ഫേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂ 60,000 8% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് redeemable after 4 years by converting them into equity shares of ₹10 each. Okay, past journal entry. 60,000 ഡിബഞ്ചേഴ്സ് അറ്റ് പാറിന് ഇഷ്യൂ ചെയ്തിരുന്നു. എന്ത് ഓപ്ഷൻ വെച്ചിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യാം. എന്തിലേക്ക്? 10 രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള അഗ്രിമെൻറ്റിലാണ് ഇഷ്യൂ ചെയ്തത്. നമ്മളോട് ജേർണൽ എൻട്രി പാസ്സാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ജേർണൽ എൻട്രി എഴുതാൻ എളുപ്പമാണ്. ആദ്യം എന്താ എഴുതേണ്ടത്? ഡ്യൂ ആക്കേണ്ട ജേർണൽ എൻട്രി എഴുതാം. ഡിബഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്ര രൂപ അവർക്ക് കൊടുക്കാനുള്ളത്? എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്? 60,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. 60,000 into 100 എത്ര കിട്ടും? 60 lakhs കിട്ടും. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരിക? ഡിബഞ്ചർ അക്കൗണ്ട് അറ്റർ 60 lakhs ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 60 lakhs. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെൻറ്റ് നടത്തേണ്ട ജേർണൽ എൻട്രി എഴുതാം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു നമ്മൾ എന്താ ഇഷ്യൂ ചെയ്യുന്നത്? ന്യൂ ഷെയർസ് ആണ്, ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർസ് അക്കൗണ്ട് എത്രയാണ്? ഇതേ എമൗണ്ട് തന്നെ കൊടുക്കണം. 60 lakhs തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ 60 lakhs എഴുതി. ഓക്കെ, അത്രയ്ക്കാണ് ജേർണൽ എൻട്രി. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മളെ നമ്പർ ഓഫ് ഷെയർസ്, എത്ര പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് എത്രയാണ്? 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്. എന്തായിട്ടാണ് കൊടുക്കുന്നത്? ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിന് ഒരു ഇക്വിറ്റി ഷെയർസിന് എത്ര രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്? 10 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ ഇക്വേഷൻ പഠിച്ചത്? എമൗണ്ട് ടു ബി പേ ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ദി ന്യൂലി ഇഷ്യൂഡ് ഷെയർസ്. എത്ര രൂപ നമ്മൾ കൊടുക്കാനുള്ളത്? 60 lakhs rupees ആണ് കൊടുക്കാനുള്ളത്. 60 lakhs ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ദി ന്യൂലി ഇഷ്യൂഡ് ഷെയർസ് എത്രയാണ്? 10 രൂപ വിലയുള്ള ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 60 lakhs ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 6 lakhs കിട്ടും. അപ്പം നമ്മൾ ഇത് കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് 6 നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ ജേർണൽ എൻട്രി കുഴപ്പമില്ല. ആദ്യം ഡ്യൂ ആക്കേണ്ട ജേർണൽ എൻട്രി എഴുതാം. പിന്നെ പേയ്മെൻറ്റ് നടത്തേണ്ട ജേർണൽ എൻട്രി എഴുതാം. പേയ്മെൻറ്റ് ക്യാഷ് അല്ലാത്തത് കൊണ്ട് ക്യാഷിന് എഴുതാൻ പറ്റില്ല. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതിന് പകരം ഡിബഞ്ചർ ആണോ ഇക്വിറ്റി ഷെയർ ആണോ ഇഷ്യൂ ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചറിന് എഴുതാം, ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയറിന് എഴുതാം. ഇവിടെ ഇക്വിറ്റി ഷെയർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ എഴുതാം. അത് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വന്നൊന്നും കൂടി കണ്ടുപിടിക്കണം. എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അതിനെ പുതുതായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ ഫേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.